നമ്മളെന്താ സംസാരിച്ചോണ്ടിരുന്നത്? ആ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം. ആ അങ്ങനെയാണെങ്കിലേ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താ പോരെ? പോരെ ഇവിടെ ഉണ്ട് അച്ഛാ, പുറത്ത് ഇവിടെ ഇവിടെ. എന്താ അച്ഛാ? മോള് തിരക്കിലാണോ? ഇല്ല ഇല്ല പറഞ്ഞു. അല്ല പുഴുപ്പള്ളത്തെ ആ പണിയുടെ കണക്കൊന്നും നോക്കാന്ന് കരുതിയായിരുന്നു. ഇപ്പൊ നോക്കണോ? ആ ഇപ്പൊ നോക്കണം, കുറച്ചു ദിവസമായി നോക്കിട്ട്. ശരിയാ. സിദ്ധു ഫ്രീയാ, സിദ്ധുവിനെ കൊണ്ട് നോക്കിപ്പിച്ചാ പോരെ? എന്തിന്? എന്റെ കണക്കൂട്ടലുകൾ മൊത്തം പൊളിച്ചവനാണ് അവൻ. അവനെ കൊണ്ട് കണക്കാന്ന് നോക്കിക്കാനാ. അന്നും വേണ്ട, മോള് നോക്കിയാ മതി. എന്നാ പിന്നെ നമുക്ക് നോക്കാം. നോക്കാം. അച്ഛനെ വിട്ടിരിക്കട്ടെ. മോളെ, കണക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം പൊളിഞ്ഞേക്കാണ് കണക്ക്. എങ്ങനെ കൂട്ടിയിട്ട് റെഡി ആവണില്ല. അയ്യോ സീത, അതിനച്ഛൻ പേടിക്കണെന്തിനാ? പേടിയല്ല, ഒരു ശീലം. തിരക്കാണോടാ? എന്ത് തിരക്കമ്മ, ഇങ്ങനെ ഇരിക്കണം. ചുമ്മാ ഊഞ്ഞാലാടി ഇരിക്കണവന് എന്ത് തിരക്ക്? നിങ്ങൾ എന്തെടുക്കുമായിരുന്നു? ചുമ്മാ പൊളിഞ്ഞ കണക്ക് നോക്കിയിരിക്കുവാന്നേ. ആ എടാ മോനെ, അതെ എന്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടേ. ഞാനിപ്പോ ഇങ്ങനെ ഏന്ന് ടൈപ്പ് ചെയ്യുമ്പോ അത് സിയാ കാണിക്കുന്നത്. ഏത് ടൈപ്പ് ചെയ്യുമ്പോ സീന്ന് കാണിക്കുന്നു? ആ അപ്പൊ ഇപ്പൊ ഫോട്ടോ ഇപ്പൊ എന്റെ ഫോട്ടോ എടുക്കണ്ടെങ്കിൽ നിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുക ഇങ്ങനെ പിടിക്കുമ്പോ? അത് ചിലപ്പോ ഹാങ് ചെയ്തായിരിക്കും. നിങ്ങൾ കൊണ്ടോ, ഞാൻ നോക്കാം. അന്ന ഒരു കാര്യം ചെയ്യ്, നിങ്ങളത് നോക്ക്. വാ മോളെ, നമുക്ക് അകത്ത് വരുന്നു കണക്ക് നോക്കാം. ആ ഇത് സ്റ്റോറേജ് ഫുൾ ആയതാ, അത് കുറച്ച് ഡിലീറ്റ് ചെയ്യുമ്പോൾ ശരിയാവും. ആണോ? കണക്ക് നോക്കലൊക്കെ കഴിഞ്ഞാ? ഒന്നാമത് അതൊരു പൊട്ട കണക്ക്. പിന്നെ ഈ നോക്കിയ കണക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാവുന്നല്ലേ? അതെ, ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം പറഞ്ഞു. അളിയാ, എപ്പോഴാ മീൻ പിടിക്കാൻ പോന്നെ? മീനൊന്നും പിടിക്കുന്നില്ല, അതൊക്കെ ക്യാൻസൽ ആക്കി പോക്കോ. എപ്പോ? ഇപ്പൊ. കല്ലു പറഞ്ഞല്ലേ മീൻ പിടിക്കാൻ പോകുന്നുണ്ടെന്ന്. അതല്ലേ പറഞ്ഞ ക്യാൻസൽ ആക്കിയെന്ന്. എന്നിട്ട് അവളവിടെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങി. എന്നാ പിന്നെ നീയും പോയി കിടന്നുറങ്ങ്. എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി. എന്റെ പൊന്നു പാറു, ഇപ്പോഴാണ് ഒന്ന് കയ്യിൽ കിട്ടുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് സമാധാനത്തോട് സംസാരിച്ചോട്ടെ. ഓക്കെ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ പട്ടെ. അനുവാദമൊക്കെ തരുന്നു സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. അല്ല, നമ്മളെന്താ സംസാരിച്ചോണ്ടിരുന്നത്? അത് തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം. നീ നേരത്തെ പറഞ്ഞായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്യ്, അപ്പൊ ആക്റ്റീവ് ആവുമല്ലോ. അത് കയ്യിലുള്ളതൊക്കെ പഴയ ഫോട്ടോസാ, നമുക്ക് പുതിയ ഫോട്ടോസ് എടുക്കാം. നീ എന്താ ഉദ്ദേശിക്കണേ? ഒന്നുമില്ല, എനിക്ക് 2-3 ഫോട്ടോസ് എടുത്തു തരും. ഫോട്ടോസ് എങ്ങനെ? ബാക്ക്ഗ്രൗണ്ടിൽ മഴയൊക്കെ ആയിട്ട്. എന്തുവാ ലച്ചു, വെറുതെ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരും. മഴയത്ത് ഫോട്ടോ ഒന്നും എടുക്കണ്ട. നനയൊന്നും വേണ്ട, വല്ല മരത്തിന്റെ താഴെയൊക്കെ ഇരുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മഴയൊക്കെ പെയ്യുന്ന പോലെ നമുക്ക് ഫോട്ടോ എടുത്താൽ മതിയല്ലോ. ഇനിയിപ്പോ മഴ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെ മഴയത്തൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെയൊക്കെ എടുത്താൽ മതി. നിർബന്ധം? നിർബന്ധം. പ്ലീസ് 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 ഒന്നും എടുക്കുക, അത്ര നാളായി. ഓക്കെ, എന്നാ ഇപ്പൊ വരാം. റെഡി ആവാൻ. എന്തിനാ റെഡി ആവണേ? സാരിയൊക്കെ കൊടുക്കണ്ടേ? നല്ല ഫോട്ടോസ് ഒക്കെ സാരിയൊക്കെ ഇങ്ങനെ സാരി കൊടുക്കുന്നുണ്ടാ? പിന്നെ പെട്ടെന്ന് 5 മിനിറ്റ് പെട്ടെന്ന് വരാം. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ, നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.